സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം. പാലക്കാട് മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരനെയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കാട്ടാന ചവിട്ടിക്കൊന്നത്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും മൃതദേഹം വിട്ടു നൽകാതെ പ്രതിഷേധിച്ചു. ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആന ചവിട്ടിയപ്പോഴുണ്ടായ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലർച്ചെ 3:30 വീട്ടുമുറ്റത്ത് വെച്ചുണ്ടായ ആക്രമണത്തിലാണ് മുണ്ടൂർ ഞാറക്കോട് സ്വദേശിയായ കുമാരനെ കാട്ടാന ആക്രമിച്ചത്. കുമാരൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പ്രദേശത്ത് നിന്ന് പിന്മാറാതെ കാട്ടാന തമ്പടിച്ചതോടെ ഏറെ നേരം കഴിഞ്ഞാണ് മൃതദേഹത്തിനടുത്തേക്ക് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എത്താനായത്. എല്ലാവരും നോക്കുമ്പോൾ കണ്ടില്ല. അപ്പം ഞാൻ വെറുതെ ജനലിൽ കൂടി ഒന്ന് നോക്കി. അപ്പോൾ ആ കല്ലിൻ്റെ അവിടെ ബോഡി ഉണ്ട്. എനിക്ക് ബാക്ക് പോലെ തോന്നി. അപ്പോഴേക്ക് സംശയം ഞാൻ ജനലിൽ കൂടെ സൂം ചെയ്ത് ഫോണിലെടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നോക്കി. അപ്പോൾ ഏട്ടനാന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് എല്ലാവരും വിളിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരികയും പറഞ്ഞ് വിളിച്ചു. എന്നാലും അവർക്ക് വരാനൊരു പേടി, ഇരുട്ടാണല്ലോ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കുമാരേട്ടനാണെന്നുള്ളത് മനസ്സിലായി. 3 മണിക്കാണ് സംഭവം. ആക്രമണത്തിന് പിന്നാലെ വൻ പ്രതിഷേധമാണ് കുമാരന്റെ ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ ഉണ്ടായത്. പ്രതിഷേധം ശക്തമായതോടെ വി.കെ. ശ്രീകണ്ഠൻ MP, മലമ്പുഴ MLA A. പ്രഭാകരൻ, കളക്ടർ G. പ്രിയങ്ക, DFO എന്നിവർ സംഭവസ്ഥലത്തെത്തി. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ മുന്നോട്ട് വെച്ച ഉപാധികൾ ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായത്. വന്യജീവി ശല്യം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും കുമാരന്റെ മകന് താൽക്കാലികമായി ജോലി നൽകാനും ചർച്ചയിൽ തീരുമാനമായി. പ്രദേശത്ത് നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആനയെ ട്രാക്ക് ചെയ്യും. കുങ്കിയാനയെ ഉപയോഗിച്ച് കാട്ടാനയെ തുരത്തും. മറ്റൊന്ന്, കുങ്കിയാനയെ ഇവിടെ തന്നെ നിർത്തി ഈ ആനയെ കാട് കയറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഏർപ്പാട് ചെയ്യാം. അതിന് DFO ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് അതിനുള്ള സഹായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. ന്യൂസ് മലയാളം, പാലക്കാട്.